Welcome dears. Today we are going to start a new topic, consignment accounts. Consignment accounts. Okay. Before going to consignment accounts, we have to know the meaning of the term consignment, right? Consignment എന്താണെന്ന് അറിയാണ്ട് consignment account ചെയ്യാൻ പറ്റില്ലല്ലോ. So first we will see what do you mean by consignment. Okay. അതിനേക്കാളും മുന്നേ ഞാനൊരു എക്സാമ്പിൾ പറയാം. മിസ്റ്റർ എ കേരളത്തിലുള്ള ഒരു മിസ്റ്റർ എ. ഹി ഈസ് എ മാനുഫാക്ചറർ, റൈറ്റ്? എന്താണ് മാനുഫാക്ചർ ചെയ്യുന്നത്? എൻ്റെ തൊട്ട മുന്നിൽ ഒരു ഫാൻ ഇരിപ്പുണ്ട്. ഓക്കെ, ഫാൻ. ഇയാൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഫാൻ മാനുഫാക്ചറർ. ഹീസ് ഇൻ കേരള. ആൻഡ് മിസ്റ്റർ ബി എവിടെയുള്ള കുറേ ഡൽഹി. ഓക്കെ, ഡൽഹി. ആൻഡ് ഹീസ് ഇൻ ഡൽഹി. ഇയാൾക്കൊരു ഷോപ്പും ഉണ്ട്, ഒരു സ്റ്റോറാന്ന് വെച്ചോ, സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. സോ ഇയാൾക്ക് ഈ ഫാൻ വേണം. ആർക്ക്? മിസ്റ്റർ ബിക്ക്. സോ മിസ്റ്റർ ബി ഇയാളെടുത്ത് നിന്ന് ഇത് വാങ്ങിക്കും. എന്നിട്ട് ഇയാൾക്ക് എന്ത് കൊടുക്കും? ഫാന് കൊടുക്കും. ഇയാൾക്ക് ക്യാഷോ അല്ലെങ്കിൽ ക്രെഡിറ്റോ എന്തെങ്കിലും ഉണ്ടോ? റൈറ്റ്? ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? കൺസൈൻമെന്റിൽ ഇതാണ് നമ്മൾ നോർമൽ സെയിൽ. ഒരാൾ മാനുഫാക്ചർ ചെയ്യുന്ന ഫാന് ഒരു ഷോപ്പിലുള്ള ആൾ വന്ന് വാങ്ങിച്ച് കൊണ്ടുപോയി ഈ ഫാൻ ഇയാളെ ഷോപ്പിൽ ഒരു സൈഡിൽ വെച്ച് വെക്കും. എന്നിട്ട് ഈ വിറ്റിട്ട് കിട്ടുന്ന പൈസ ആരെടുക്കും? മിസ്റ്റർ ബി എടുക്കും. ദിസ് ഈസ് ദ നോർമൽ പ്രോസസ് ഓഫ് സെയിൽ. ക്ലിയർ? സംശയമൊന്നുമില്ലല്ലോ. വാങ്ങിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫാൻ ആരുടേതാ? മിസ്റ്റർ ബീൻ്റെ. ആ ഫാൻ ആര് വിൽക്കും? ബി വിൽക്കും. കിട്ടുന്ന പൈസ ബി എടുക്കും. ദിസ് ഈസ് ദ നോർമൽ പ്രോസസ് ഓഫ് സെയിൽ. Then let's see what is the difference between sale and consignment, or what is consignment. Okay, let's see same example. മിസ്റ്റർ എ, ഇത് മാനുഫാക്ചർ തന്നെ ആവണമെന്നില്ല, ട്രേഡറും ആവാം. ട്രേഡർ മീൻസ് ഫാന് വേറൊരാളെടുത്ത് നിന്ന് മിസ്റ്റർ എ വാങ്ങിച്ചിട്ട് അയാൾ ഫാന് വേറൊരാൾക്ക് വെക്കും. ദാറ്റ് ഇസ് ട്രേഡർ, മാനുഫാക്ചറർ ഓർ ട്രേഡർ. മാനുഫാക്ചർ തന്നെ ആവണമെന്നില്ല. ഞാൻ അവിടെ ഒരു ടോപ്പിക് മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ അത് സ്ട്രൈക്ക് ചെയ്ത് മനസ്സിൽ കൊടുക്കണ്ട. സെയിം എക്സാമ്പിൾ, മിസ്റ്റർ എ കേരള, മാനുഫാക്ചറർ ഓർ ട്രേഡർ. ഓക്കെ, ഞാനിവിടെ MFTTR എന്ന് എഴുതുന്നു. രണ്ടും ഒന്നിക്ക് മാനുഫാക്ചറർ ഓർ ഹി മേ ബി എ ട്രേഡർ, ഫാനിന്റെ ട്രേഡർ. മിസ്റ്റർ ബി ഡൽഹി. മിസ്റ്റർ എ ഫാനിന്റെ ഓണർ, ഈസ് ദ ഓണർ, റൈറ്റ്? ഓക്കെ, ഈ ഫാനിന്റെ ഓണർക്ക് ഡൽഹിയിൽ ഇയാളെ ഫാന് വിൽക്കണം. പക്ഷെ ബി വലിയ ഇൻട്രസ്റ്റഡ് അല്ല. ബി വന്നിട്ട് വാങ്ങിക്കുന്നില്ല. ബി ഈസ് നോട്ട് റെഡി ടു പർച്ചേസ്. ബട്ട് മിസ്റ്റർ എ വോണ്ട് ടു സെൽ ഹിസ് ഫാൻ ഇൻ ഡൽഹി. ഡൽഹിയിൽ വിൽക്കണം. മിസ്റ്റർ ബീൻ്റെ അടുത്ത് നല്ല അടിപൊളി ഷോപ്പും സെറ്റപ്പും ഒക്കെ ഉണ്ട്. സോ ഇത് കണ്ടപ്പോൾ എ വോണ്ട് ടു സെൽ ഹിസ് ഫാൻ. അപ്പം മിസ്റ്റർ എ എന്ത് പറയുന്നല്ലോ? മിസ്റ്റർ എ പറയും, എടാ ഞാൻ എനിക്ക് ഗുഡ്സ് അയച്ചു തരാം, എൻ്റെ ഫാൻ ഇനിയുടെ ഷോപ്പിൽ വെച്ചോ. ഐ വിൽ ഗിവ് യു മൈ ഫാൻ. എൻ്റെ ഫാൻ നീയുടെ ഷോപ്പിൽ വെച്ചോ, എന്നിട്ട് നീ ഇത് വിൽക്കുക. ഓക്കെ, ക്രെഡിറ്റിനോ ക്യാഷിനോ നീ വിറ്റിട്ട് കിട്ടുന്ന പൈസ എനിക്ക് തന്നെ പകരം ഞാൻ നിനക്ക് എന്ത് തരാം? കമ്മീഷൻ തരാം. റൈറ്റ്? അഗെയിൻ റിപ്പീറ്റിംഗ്. മിസ്റ്റർ എ ഫാൻ കൊണ്ടുപോയിട്ട് മിസ്റ്റർ ബീൻ്റെ അടുത്ത് പറയടാ ഫാൻ ഇതാ എൻ്റെ ഷോപ്പിൽ വെച്ചോളൂ. ഓക്കെ, എന്നിട്ട് നീ അത് വിറ്റോളൂ. ക്യാഷ് ഓർ ക്രെഡിറ്റ്, എന്നിട്ട് ആ കിട്ടുന്ന പൈസ എനിക്ക് തന്നേ. ഈ പ്രോസസ്സിന് ഞാൻ നിനക്ക് എന്ത് തരാടോ? ഒരു കമ്മീഷൻ തരാം. ദിസ് ഈസ് നോൺ ആസ് കൺസൈൻമെന്റ്. ഈ പർട്ടിക്കുലർ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺസൈൻമെന്റ്. ഓക്കെ, ഹിയർ ഹി ഈസ് നോട്ട് പർച്ചേസിങ് ആൻഡ് ഹി ഈസ് നോട്ട് സെല്ലിംഗ് ടു ബി. എ ബിക്ക് സെല്ലും ചെയ്യുന്നില്ല, ബി എൻ്റെ അടുക്കൽ നിന്ന് പർച്ചേസും ചെയ്യുന്നില്ല. ബട്ട് A is giving his goods to B. Okay, എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? വിൽക്കാൻ വേണ്ടി. to sell ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ആ കിട്ടുന്ന പൈസ ആർക്ക് കൊടുക്കണം? ഇയാൾക്ക് കൊടുക്കണം. ആൻഡ് ഹി വിൽ ഗെറ്റ്, മിസ്റ്റർ ബിക്ക് എന്ത് കിട്ടും? ഒരു കമ്മീഷൻ കിട്ടും. ഹോൾ റിസ്ക്കും റെസ്പോൺസിബിലിറ്റിയും എല്ലാം ആർക്ക് തന്നെ? മിസ്റ്റർ എക്ക് തന്നെ. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് കൺസൈൻമെന്റ്. നൗ I hope it is clear for you. Clear? Okay. ഇനി നിങ്ങൾക്ക് ഞാൻ ഇവിടെ ബോർഡിൽ ഞാനൊരു കാണുന്നുണ്ടല്ലോ. ഓക്കെ,
consignment is a special type of trading in which one person എന്ന് പറഞ്ഞാൽ see Mr. A manufacturer അല്ലെങ്കിൽ trader, one person manufacturer or trader sends or forward, send ചെയ്യും, അതായത് forwarding, not selling, is sending goods, sending or forwarding goods to another person. നമ്മൾ ഇവിടെ ഏജന്റ് എന്നുള്ള വേർഡ് കാണാം. see here is known as agent. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യും. ഏജന്റ് to be sold by the later. Later means ഈ ഏജന്റ് സെല് ചെയ്യാൻ വേണ്ടി, to be sold by the later on behalf of the former. ആർക്ക് വേണ്ടി? മിസ്റ്റർ എക്ക് വേണ്ടി ഗുഡ്സ് ബിനോട് സെല് ചെയ്യാൻ പറയുന്നു. ഓക്കെ, for a commission. This process is known as consignment. Now it is clear for you. So what is consignment? It is a special type of trading. It is a trading in which manufacturer or trader send or forward the goods to the agent എന്ന് വിളിക്കുന്നു. We will tell, പേരൊക്കെ നമ്മളിപ്പോൾ പറയും. To the agent. എന്തിനു വേണ്ടി? To be sold by the later. Later means രണ്ടാമത് പറഞ്ഞാൽ ഏജന്റ് സെല് ചെയ്യാൻ വേണ്ടി. ആർക്ക് വേണ്ടി? On behalf of manufacturer അല്ലെങ്കിൽ ഓണർ എന്ന് വിളിക്കാം. On behalf of the former for a commission. He will get a commission. This is known as consignment. അപ്പോൾ നിങ്ങൾക്ക് കൺസൈൻമെന്റ് എന്നുള്ള പ്രോസസ്സ് മനസ്സിലായി. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ പാർട്ടീസ്. എന്തൊക്കെ പാർട്ടീസ് ആണ്, ആരൊക്കെയാണ് ഇതിലുള്ള പാർട്ടീസ്? വൺ ഇസ് ഹിയർ അല്ലെ, മാനുഫാക്ചറർ അല്ലെങ്കിൽ ഓണർ അല്ലെങ്കിൽ ട്രേഡർ. ഹി ഈസ് നോൺ ആസ് കൺസൈനർ. എന്താ അയാളെ വിളിക്കുക? കൺസൈനർ എന്ന് വിളിക്കും. ഓക്കെ, ആൻഡ് ദിസ് പേഴ്സൺ ദാറ്റ് ഇസ് ഏജന്റ് അല്ലെങ്കിൽ ഇയാളെ നമ്മൾ വിളിക്കും കൺസൈനി. ക്ലിയർ? There are two parties, consigner that is his owner and is an agent or consignee. And who is a consigner? ആരാണ് ഈ consigner എന്ന് പറഞ്ഞാൽ? Who is a consigner? The person sending or forwarding the goods. Person sending or forwarding the goods നെ നമ്മൾ എന്ത് പറയാ? Consigner. And who is a consignee? The person to whom the goods are sent. ആർക്കാണോ ഗുഡ്സ് അയച്ചു കൊടുത്തത് അയാളെ നമ്മൾ വിളിക്കും consignee. And these are the parties related to consignment. This is consignment and parties are consigner and consignee. Clear? I want to tell you one thing also. There are two types of consignment. It is outward consignment and inward consignment. Okay, നമ്മൾ കൺസൈനറിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് തിങ്ക് ചെയ്യുമ്പോൾ goods are going out, right? So it is known as outward consignment. And from the point of view of consignee, നമ്മൾ goods എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് വരുന്നു. So it is known as inward consignment. So this is the basic of this chapter and this is the what is known as consignment. Clear ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇതിന്റെ further sessionsലേക്ക് മൂവ് ചെയ്യാണ്. Okay, so I am going to write that example again here. Mr. A from Kerala, manufacturer, trader, and is sending goods, not selling, sending or forwarding goods to Mr. B, who is an agent, consignee, and he is known as the consigner. Okay, and e goods are sell it is sold by Mr. A, and for that he will get a commission and ഇതിന്റെ പൈസ ആർക്ക് കൊടുക്കും? ഇയാൾക്ക് കൊടുക്കും. This is the process anyway. ഇപ്പം എനിക്ക് പറയാനുള്ളത്, Mr. A will send goods to Mr. B, right? ഈ ഗുഡ്സിന്റെ കൂടെ he will prepare and send one more thing that is known as ആർക്കെങ്കിലും അറിയോ? ആരെങ്കിലും പഠിച്ചതാണോ? It is known as performa invoice. Okay, നമ്മളൊരു സാധനം വാങ്ങിച്ചാൽ നമുക്ക് കിട്ടുന്ന സാധനം ഇൻവോയ്സ്, ബട്ട് ഹിയർ ഇറ്റ് ഇസ് പെർഫോമ ഇൻവോയ്സ്. സോ അലോങ് വിത്ത് ദ ഗുഡ്സ്, ഈ ഗുഡ്സിന്റെ കൂടെ മിസ്റ്റർ എ കൺസൈനിക്ക് ഒരു പെർഫോമ ഇൻവോയ്സും കൂടെ കൊടുക്കും. അപ്പോൾ ഗുഡ്സ് പ്ലസ്
പ്രൊഫോമ ഇൻവോയ്സ് ആണ് ആർക്ക് കൊടുക്കുക? മിസ്റ്റർ ബി. Then what do you mean by പ്രൊഫോമ ഇൻവോയ്സ്? പ്രൊഫോമ ഇൻവോയ്സിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുണ്ട് കൺസൈനിക്ക്, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ റേറ്റ്, പിന്നെ ദെൻ ഇതിപ്പം ഹി സെൻഡിങ് റൈറ്റ്, ഇതിൽ ഇയാൾക്ക് കുറേ എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ലോഡിങ്, ലോറിയിലാണെങ്കിൽ ലോറിൻ്റെ കൂലി, ഇനി ഫ്രൈറ്റിലാണെങ്കിൽ ഫ്രൈറ്റ് ചാർജ്, അങ്ങനെയുള്ള എക്സ്പെൻസ് വിൽ ബി ദർ റൈറ്റ്. സോ ആ എക്സ്പെൻസിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെയാണ് എന്തിലുണ്ടാവുക? പ്രൊഫോമ ഇൻവോയ്സിൽ ഉണ്ടാവും. പ്രൊഫോമ ഇൻവോയ്സ് ഇസ് പ്രിപ്പയർഡ് ബൈ ദ കൺസൈനർ and sent to the consignee along with the goods, and it contains the details regarding the quantity, quality, then loading charges or expenses nu vilikkum. idine namakku endu vilikam? Expenses relating to the consignment. Consigner ku undaya expense inde details proforma invoice il undavum. Okay, now you can see on the board a format of proforma invoice. കണ്ടല്ലോ അവിടെ എഴുതിയിരിക്കുന്നത് 200 ടീ ചെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, 100 കിലോ ഒന്നിൻ്റെ, അതായത് എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്നുണ്ട്, അതിൻ്റെ റേറ്റ് ഇസ് ഗിവൺ, ചാർജസ് ആർ ദർ, എന്നിട്ട് എല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ള പ്രൈസ് പ്ലസ് എക്സ്പെൻസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻവോയ്സ് ആണ് ആര് കൊടുക്കുന്നത്? Invoice of goods sent by Das and Company to Meenakshi Enterprise. So Das and Company ആണ് ഈ എക്സാമ്പിളിൽ കൺസൈനർ, ആൻഡ് Meenakshi Enterprises is the consignee. See, invoice of goods sent by, ആരാ സെൻഡ് ചെയ്തത്? Das Company. So Das Company is the consigner and Meenakshi Enterprise is the consignee. Hope it is clear for you now. Okay, അതൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് മക്കളെ നോട്ട്സ് എഴുതിയേക്കണേ. ഓക്കെ, പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ എന്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം? ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യണം. നോട്ട്സ് ഞാൻ തരാറുണ്ട്. ഓക്കെ, അഡീഷണലി എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു കൺസൈനി സൈഡ് റൈറ്റ്. അപ്പോൾ ഇവിടെ പെർഫോമ ഇൻവോയ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തു, ഇവരിവിടെ ഉണ്ട്. നൗ ഗുഡ്സ് ഇവിടെ എത്തി, മിസ്റ്റർ എ ഗുഡ്സ് ഇവിടെ എത്തി, കൺസൈനിൻ്റെ കയ്യിൽ ഗുഡ്സ് ഉണ്ട്, കൺസൈനി അതിങ്ങനെ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ പേർക്ക്. ഓക്കെ, okay, sale. Okay, sale ചെയ്താ he will get the money, right? So ഈ മണി ഒക്കെ ഇങ്ങോട്ടേക്ക് അയക്കണ്ടോ? അതിനു വേണ്ടി he's preparing. Who? കൺസൈനി എന്ത് പ്രിപ്പയർ ചെയ്യുന്നറിയോ? അക്കൗണ്ട് സെയിൽ പ്രിപ്പയർ ചെയ്യും. അക്കൗണ്ട് സെയിൽ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അക്കൗണ്ട് സെയിൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ട് പീരിയോഡിക്കലി, മേ ബി മന്ത്ലി, മേ ബി വീക്ക്ലി, ബിഗ് ഒത്തിരി ട്രാൻസാക്ഷൻസ് നടക്കുന്നതാണെങ്കിൽ വീക്ക്ലി, പീരിയോഡിക്കലി മീൻസ് വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി, അങ്ങനെ എന്ത് ചെയ്യും? ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ട് ആർക്ക് അയച്ചു കൊടുക്കും? കൺസൈനർക്ക്. അതിലെന്ത്? ഓക്കെ, സോ അക്കൗണ്ട് സെയിൽ ഇസ് എ സ്റ്റേറ്റ്മെന്റ്. അക്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഇസ് പ്രിപ്പയർഡ് ബൈ ദ കൺസൈനി and sent to the consigner. Consigner അയക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. പീരിയോഡിക്കലി ഹിസ് പ്രിപ്പയറിംഗ്. ഇനി ഇതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവുന്ന അറിയണോ? എത്ര സെയിൽ നടത്തിയിട്ടുണ്ട്, ക്വാണ്ടിറ്റി സോൾഡ്. ഓക്കെ, അതിൽ ക്യാഷ് ഓർ ക്രെഡിറ്റിന് വിറ്റതോ ക്യാഷിന് വിറ്റതോ, അതിൽ എത്ര പൈസ കിട്ടി, പ്രൈസ് റിയലൈസ്, അതിൽ എത്ര പൈസ കിട്ടിയിട്ടുണ്ട്, പ്ലസ് എക്സ്പെൻസ് ഓഫ് ദി കൺസൈനി. ഓക്കെ, അവിടെ നോക്ക്, ഈ ഗുഡ്സ് ഒക്കെ ഇപ്പൊ ഇയാൾക്ക് കൊടുത്തു. ഇയാൾക്ക് കൊടുത്താൽ ഇയാൾ ഇതിന് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഇയാൾക്ക് സ്റ്റോറേജ് ഹൗസ്, വെയർ ഹൗസ് നീഡഡ് റൈറ്റ്. സോ വെയർ ഹൗസിന് ഒരു ചാർജ് കൊടുക്കേണ്ടി വരും. ദാറ്റ് ഇസ് എൻ എക്സ്പെൻസ് ഫോർ ദി കൺസൈനി. എക്സ്പെൻസ് കൺസൈനിന്റെ ആണെങ്കിലും ഇതാര് ബിയർ ചെയ്യണം? കൺസൈനർ ബിയർ ചെയ്യണം. ബിക്കോസ് ദ ഗുഡ്സ് ഇസ് ഓഫ് കൺസൈനർ ഗുഡ്സ് ആണ് ഇത്. സോ ഹീസ് ജസ്റ്റ് സെല്ലിംഗ് ദ തിങ്സ് ഫോർ കമ്മീഷൻ. അല്ലാണ്ട് ഇയാൾ ഇതിന്റെ ഒരു ബർഡനും കൺസൈനി എടുക്കുന്നില്ല. ഓക്കെ, സോ ഇറ്റ് ഇസ് പ്രൈസ് റിയലൈസ് എക്സ്പെൻസ് ഓഫ് ദ കൺസൈനി എന്ന് പറയുമ്പോൾ ഇയാളിപ്പോൾ ലോറിയിൽ കയറ്റി ഇവിടെ അയച്ചു എന്ന് വെച്ചോ, ലോറിയിൽ നിന്ന് ആ സാധനം താഴെ എടുത്തു വെക്കാൻ അൺലോഡിങ് ചാർജസ് കൊടുക്കണ്ടോ? താഴെ ഇറക്കി വെക്കുന്ന ചാർജസ്. സോ അൺലോഡിങ് ചാർജസ്, വെയർ ഹൗസിന്റെ ചാർജസ്, ചിലപ്പം ഇയാൾ അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. എനിക്ക് ഈ സാധനം പോകണ്ടെങ്കിൽ, ഈ ഫാനല്ലേ നമ്മൾ എക്സാമ്പിൾ, ആ ഫാനൊക്കെ പോകണ്ടെങ്കിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കേണ്ടി വരും. സോ ദാറ്റ് ടൈപ്പ് ഓഫ് എക്സ്പെൻസസ് ഓഫ് ദ കൺസൈനിയും ഏതിൽ കാണിക്കണം? അക്കൗണ്ട് സെയിലിൽ കാണിക്കണം. ദെൻ
വൺ മോർ തിങ്, അഡ്വാൻസ്. വിൽക്കുന്നതിനേക്കാളും മുന്നേ ചിലപ്പം കൺസൈനർ പറയും നീ എനിക്ക് എന്തെങ്കിലും ഒരു അഡ്വാൻസ് അയച്ചു തരൂ. സോ അഡ്വാൻസ് ടു ദി കൺസൈനർ. കൺസൈനർക്ക് വിറ്റ് കിട്ടിക്കഴിഞ്ഞാലാണ് കൺസൈനർക്ക് പൈസ കൊടുക്കുക. ബട്ട് ഇഫ് എനി അഡ്വാൻസ് ഇസ് ഗിവൺ, ദാറ്റ് ഓൾസോ ഷുഡ് ബി ഷോൺ ഇൻ account sale. Clear? So I am reading it and you can see it on the board also. Okay, notes edana makkale. It is a statement prepared by the consignee and prepared by the consignee and sent to the consigner. Okay, it is sent to the consigner. It is sent to the consigner periodically nammal paranju, periodically maybe weekly or monthly or whatever it is. Periodically it contain informations like quantity is sold, etra sale nadathittundu, whether for cash or credit, price realized alladhe etra price kitti, expense incurred by the consignee, less nulla word kanam, that we will discuss from the format. Okay, then his commission, very important thing, his commission the details, and the last one, the advance to the consigner. Okay, now you can see the format on the board. Let's see. Okay, the Jumbo Cycle Mart is a consignee Jumbo Cycle Mart, account sale of 180 cycles sold by Jumbo Cycle Mart, sold either. So it's a consignee on account of Juhi and Company. So Juhi and Company is the consigner. നമുക്കതൊന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത് നോക്കാമല്ലോ. 150 സൈക്കിൾ 1300 വെച്ച് വിറ്റു, 30 സൈക്കിൾ 1400 വെച്ച് വിറ്റു. സോ ടോട്ടൽ 2,37,000 ഇസ് വിത്ത്, സി ടോട്ടൽ 2,37,000 കൺസൈനിക്ക് സെയിൽ കിട്ടി. അത് ആർക്ക് കൊടുക്കണം? കൺസൈനർക്ക് കൊടുക്കണം. ഫുള്ള് കൊടുക്കോ? ഇല്ല. ഇയാൾക്ക് ചെലവായ എക്സ്പെൻസസ്, കൺസൈനിക്ക് ചെലവായ എക്സ്പെൻസ്, പിന്നെ കൺസൈനിക്ക് കിട്ടേണ്ട കമ്മീഷൻ, പിന്നെ കൺസൈനി ഓൾറെഡി അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് കൺസൈനർക്ക്, ആ അഡ്വാൻസ് മൈനസ് ചെയ്തിട്ട് ബാക്കി ബാലൻസ് പൈസയാണ് ആർക്ക് അയച്ചു കൊടുക്കുക? കൺസൈനർക്ക് അയച്ചു കൊടുക്കുക. അതാണ് അവിടെ എഴുതിയത്. സെയിലിന് കിട്ടിയ 2,37,000, അതിൽ എക്സ്പെൻസ് ഉണ്ട് 29,740, കമ്മീഷൻ അടക്കമുള്ള എക്സ്പെൻസ്, ആ എക്സ്പെൻസ് ഒക്കെ മൈനസ് ചെയ്തു, അഡ്വാൻസ് മൈനസ് ചെയ്തു, ബാലൻസ് ആണ് ആർക്ക് അയച്ചു കൊടുക്കടോ? ജൂഹി ആൻഡ് കമ്പനിക്ക് അയച്ചു കൊടുക്കുക. ദിസ് ഇസ് അക്കൗണ്ട് സെയിൽ. Hope now it is clear for you. We already discussed what is consignment, who is a consigner, and who is consignee, what is pro forma invoice, and we discussed about account sale. Now we are moving on to the accounting part of this chapter. Okay, moving on to the accounting part of this chapter. Let's see. Again I am writing the same example, Mr. A. Now I am not going to write lot of things. It's consigner. Now you know who is a consigner, and it's B, and he is a consignee. Okay, please. Okay, he is sending goods, right? Goods. For sending goods, ഇയാൾ കുറേ എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ട വരുന്നുണ്ടല്ലേ? എന്തൊക്കെ എക്സ്പെൻസ് ആയിരിക്കും ഇയാൾ മീറ്റ് ചെയ്യേണ്ടി വരിക? ലോഡിങ് ചാർജസ്. ഇപ്പൊ ലോറിയിലൊക്കെ കൊണ്ടുപോകുന്ന വിചാരിച്ചേ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോ ലോറിയിലേക്ക് വലിയ ഫാൻ, ബൈസിക്കിൾ എന്നൊക്കെ അല്ലേ നമ്മൾ പറഞ്ഞത്. സോ ആ സാധനം എടുത്തിട്ട് ലോറിയിൽ വെക്കണം. സോ ഇറ്റ് ഇസ് ലോഡിങ് ചാർജസ്. പിന്നെയോ മേ ബി ഫ്രൈറ്റ് ഉണ്ടാവും ചിലപ്പം, പിന്നെ ഒക്ട്രോയ്, കരം, അങ്ങനെ പറയുന്ന ഒത്തിരി തിങ്സ് ഇയാൾ എന്ത് ചെയ്യേണ്ടി വരും? ബെയർ ചെയ്യേണ്ടി വരും. ഓക്കെ, നൗ ആൻഡ് ഓൾസോ നല്ലൊരു കൺസൈനർ ആണെങ്കിൽ അയാളെ ഗുഡ്സിന് എന്തും എടുത്തിട്ടുണ്ടാവോ? ഇൻഷുറൻസ് ഓൾസോ ദർ. അങ്ങനെ ലോട്ട് ഓഫ് എക്സ്പെൻസസ് ആര് മീറ്റ് ചെയ്യുന്നുണ്ട്? കൺസൈനർ ചെലവാക്കുന്ന എക്സ്പെൻസസ് ആർ ദർ. കൺസൈനർ ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പം, കൺസൈനിക്ക് അയക്കുമ്പം, കൺസൈനർ ഇസ് എക്സ്പെൻഡിങ് സം എക്സ്പെൻസസ് ആർ there for the consigner. That are ഞാനൊരു 3 എണ്ണത്തിന്റെ എക്സാമ്പിൾ ഇവിടെ എഴുതി, ഒരുപാടെണ്ണം ഉണ്ട്. That all we will discuss while doing the problem. So it's insurance, right? ഇയാൾ ഇങ്ങനെ കുറേ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്തു. ഗുഡ്സ് ഇങ്ങനെ പോയി. ഗുഡ്സ് എവിടെ എത്തിയടോ?
മിസ്റ്റർ ബീൻ്റെ അടുത്ത് ഗുഡ്സ് ഇപ്പം എത്തി. ഗുഡ്സ് എത്തി. ലോറിയാണ്. ലോറി കുറച്ച് ഓക്കെ. ലോറി അയ്യോ ഇങ്ങോട്ടല്ലേ എത്തുക. ഓക്കെ എനിവേ ലോറി ഈസ് ഹിയർ. സോ ഈ ലോറിയിൽ നിന്ന് ഇത് എന്ത് ചെയ്യണം? കൺസൈനറിന് ഇത് അൺലോഡ് ചെയ്യേണ്ടടോ. സോ അൺലോഡിങ് ചാർജ്. ഇത് സ്റ്റോർ ചെയ്യേണ്ടടോ. സ്റ്റോറേജ് കോസ്റ്റ്. ദെൻ സംടൈംസ് അഡ്വർടൈസ്മെന്റ്. ഇങ്ങനെയുള്ള കലാപരിപാടികളായിട്ടുള്ള എക്സ്പെൻസസ് ആർക്ക് ചെലവാവും? മിസ്റ്റർ ബി. ദീസ് ആർ ദി എക്സ്പെൻസസ് ഓഫ് ദ കൺസൈനി and these are the expenses of the consigner. So consignmentൽ കൺസൈനർക്കും എക്സ്പെൻസസ് വരും, കൺസൈനിക്കും എക്സ്പെൻസ് വരും. ഓക്കെ. കൺസൈനിൻ്റെ എക്സ്പെൻസ് ചിലപ്പോൾ തൽക്കാലം അതിൻ്റെ പൈസ കൺസൈനി ആയിരിക്കും കൊടുത്തത്. ബട്ട് ഇതിൻ്റെ ഒക്കെ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ആർക്കാടോ? കൺസൈനർ. സോ ഇതിന് ഇയാൾ ചെലവാക്കിയ പൈസ ഇയാൾ എന്ത് ചെയ്യും? തിരിച്ച് കൊടുക്കണം. ക്ലിയർ ആണല്ലോ? അല്ലെങ്കിൽ ഇയാൾക്ക് കൊടുക്കാനുള്ള പൈസ നമ്മൾ അക്കൗണ്ട് സെയിലിനുള്ള പാർട്ടിൽ എക്സ്പെൻസ് ഒക്കെ മൈനസ് ചെയ്ത് ബാക്കി പൈസയാണ് ആർക്ക് കൊടുത്തത്? കൺസൈനർ. സോ ദി അൾട്ടിമേറ്റ്ലി ദീസ് ഓൾ ആർ ബോൺ അല്ലെ ബിയർ ബൈ ദി കൺസൈനർ. ഇയാളാണ് ഇതൊക്കെ തലയിൽ വെച്ച് സഹിക്കുന്നത്. ഓക്കെ. ഈ ഒരു സംഭവം ക്ലിയർ ആണല്ലോ? പിന്നെ നമ്മൾ ഇയാൾ ഈ ഗുഡ്സ് സെയിൽ ചെയ്യും. സെയിൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പിന്നെ ഇയാൾക്ക് കമ്മീഷൻ കിട്ടും. സോ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എക്സ്പെൻസ് ഓഫ് ദി കൺസൈനി ഉണ്ട്, എക്സ്പെൻസ് ഓഫ് ദി കൺസൈനർ ഉണ്ട്. പിന്നെ ഇതാ നമ്മളെ ഗുഡ്സ് സെൻഡ് ടു കൺസൈനി അല്ലെ, കൺസൈനിക്ക് അയക്കുന്ന ഗുഡ്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ. പിന്നെ ബാക്കിയുള്ള സ്റ്റോക്സ് അല്ലെ, ഇതെല്ലാം വിറ്റ് കഴിഞ്ഞ് ബാക്കി നമുക്ക് എന്തെങ്കിലും ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവില്ലേ? ഓക്കെ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അക്കൗണ്ട്സിലോട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബേസിക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെയാണ് അക്കൗണ്ട്സിലോട്ട് എൻട്രി ചെയ്യാൻ പോകുന്നത്. വാട്ട് ആർ ദ ഗുഡ്സ് സെൻഡ് ടു കൺസൈനി. കൺസൈനർ അയച്ച ഗുഡ്സിന്റെ ഒരു അക്കൗണ്ട് ഒരു എങ്ങനെയെങ്കിലും ചെയ്യണം. എക്സ്പെൻസ് അത് ചെയ്യണം. കമ്മീഷൻ ആൻഡ് എക്സ്പെൻസ് ഓഫ് ദ കൺസൈനി, സെയിലിന്റെ ഡീറ്റെയിൽസ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. സോ ഇത് നിങ്ങളെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിൽ ഉണ്ടായിരിക്കണം. നൗ ഐ ആം ഗോയിങ് ടു സീ ഹിയർ. ഓക്കെ. അക്കൗണ്ട്സിൽ രണ്ടെണ്ണമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വൺ ഇസ് ബുക്സ് ഓഫ്. ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനർ, കൺസൈനർ ബുക്കിൽ എന്തൊക്കെ ചെയ്യണം. ആൻഡ് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനി. ക്ലിയർ? കൺസൈനർ ബുക്സിൽ എന്താ ചെയ്യുക, കൺസൈനിന്റെ ബുക്സിൽ എന്താ ചെയ്യുക. സോ ദിസ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ലേൺ ത്രൂ ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിലും നമ്മൾ ഇതൊക്കെയാണ് പഠിക്കുക. നൗ ഫോർ എ ടൈം ബീയിങ് ഞാൻ ഇതിനെ തൊടുന്നില്ല. ഫസ്റ്റ് കൺസൈനറിന്റെ സംഭവമാണ് പറയുന്നത്. ഈ കൺസൈനറിൽ പറയുമ്പോൾ നോക്കിക്കോ, കൺസൈനർ ഗുഡ്സ് സെൻഡ് ടു ദി കൺസൈനി. കോസ്റ്റ് പ്രൈസിലും ഗുഡ്സ് സെൻഡ് ചെയ്യാം, ഇൻവോയ്സ് പ്രൈസിലും ഗുഡ്സ് സെൻഡ് ചെയ്യാം. ഓൾറെഡി ബ്രാഞ്ച് അക്കൗണ്ട് പഠിച്ചവർക്ക് ഈ ഒരു സംഭവം വെരി ഈസി. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആഡ് ചെയ്യാത്ത പ്രൈസും, ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിന്റെ കൂടെ പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജും ആഡ് ചെയ്തിട്ടുള്ള പ്രൈസിലും നമുക്ക് എന്ത് ചെയ്യാം, ഗുഡ്സ് കൺസൈനിക്ക് സെൻഡ് ചെയ്യാം. സോ ഇതിന് വേറെ ട്രീറ്റ്മെന്റ്, ഇതിൽ വീണ്ടും കുറച്ചും കൂടെ എഡിഷൻസ് വിൽ ബി there. Okay, so now first I am going to tell you goods sent to consignee cost priceലാണ് അയച്ചതെങ്കിൽ എങ്ങനെയാ ചെയ്യാനാണ് ഞാൻ ആദ്യം പഠിപ്പിക്കാം. ഓക്കെ ഓക്കെ, കീപ് ഇറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, സോ ബുക്സ് ഓഫ് ദി കൺസൈനർ രണ്ട് രീതിയിലുണ്ട് അക്കോർഡിംഗ് ടു ഞാൻ ഇപ്പൊ പറഞ്ഞു ഗുഡ്സ് സെൻഡിന്റെ ബേസിൽ either cost price or invoice price. So I am going to discuss cost price. Cost price il pinne cheriya additions maatre invoice price il undavullu. Okay, okay. Now consigner inde book നമ്മൾ 3 accounts prepare ചെയ്യണം. Okay, in the books of consigner 3 accounts are to be prepared. Account number 1, consignment account. Consignment account. Account number 2, consigning account.
and 3 goods sent to consignee. Okay, goods sent to on consignment. Goods sent on consignment. Okay, maybe sometimes you are asked to draw general trading account. അത് നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ അവിടെ നോക്കാം. ഓക്കെ, അപ്പോൾ മെയിൻലി നിങ്ങൾ ഈ 3 അക്കൗണ്ട് ആണ് ആരുടെ ബുക്കിൽ വരേണ്ട വരിക? കൺസൈനർ ബുക്കിൽ വരേണ്ട വരിക. ക്ലിയർ? ഓക്കെ, സോ you can see 3 accounts here: consignment account, consignee account, goods sent to consignment account. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോളെ. എവിടെ മിസ്റ്റർ എ, ഇത് ആരുടെ ബുക്കിലാണോ? ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനർ അല്ല, കൺസൈനർ ബുക്കിലാണ്. കൺസൈനറിന്റെ ബുക്ക്. ഓക്കെ, നൗ ഹിയർ മിസ്റ്റർ എ കൺസൈനർ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നു. എനിവേ ഒന്നും കൂടി പറഞ്ഞോട്ടെ. ഈ കൺസൈൻമെന്റ് അക്കൗണ്ട് ശരിക്കും ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ടിന്റെ ഒരു മിക്സ്ചർ പോലെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ആൻഡ് കൺസൈനി അക്കൗണ്ട് ശരിക്കും ഒരു പേഴ്സണൽ അക്കൗണ്ട് പോലെയാണ് പ്രിപ്പയർ ചെയ്യുക. എനിവേ ലെറ്റ്സ് സീ കൺസൈൻമെന്റ് അക്കൗണ്ട്. മിസ്റ്റർ എ ഗുഡ്സ് സെൻഡ് ചെയ്തു. സി ഫസ്റ്റത്തെ സംഭവം ഇതാണ്, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. അതെവിടെ വരിക എന്ന് വെച്ചാൽ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ സ്റ്റോക്ക് അല്ലെ, നമ്മൾ ഓപ്പണിംഗ് പോലെ പറയുന്ന സാധനം. സോ ഇറ്റ് ഈസ് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് ഇവിടെ വരും. ഓക്കെ, സോ നമ്മൾ അതിവിടെ മാർക്ക് ചെയ്തു. സോ ഹിയർ ഇറ്റ് ഈസ് ഓവർ. നമ്മൾ ആ ഒരു സംഭവം നമ്മൾ ചെയ്തു. ഇനി നമ്മൾ വരുന്നത് ഈ എക്സ്പെൻസ് ആണ്. ഞാൻ ഇപ്പം ഇത് എക്സ്പെൻസ് ഓഫ് ഹൂ? കൺസൈനറിന്റെ എക്സ്പെൻസ്, റൈറ്റ്? കൺസൈനർ എക്സ്പെൻസ് ലൈക്ക് ലോഡിംഗ്, ഫ്രൈറ്റ്, പിന്നെന്താ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻഷുറൻസ്, അങ്ങനെ പറയുന്ന പാക്കിംഗ്, പാക്കേജ് ചാർജ്, അതുപോലെയുള്ള എക്സ്പെൻസസ്. ഈ എക്സ്പെൻസ് ആരുടെ എക്സ്പെൻസാ? എയുടെ. സോ ഞാനിത് പറഞ്ഞു, ഇത് P&L അക്കൗണ്ട് പോലെയാണ്. P&L അക്കൗണ്ടിൽ എക്സ്പെൻസ് ഏത് സൈഡിലാണോ കാണിക്കുക? ഈ സൈഡിൽ. ഓക്കെ, ആൻഡ് ഇയാള് എക്സ്പെൻസിന് ക്യാഷ് കൊടുക്കുമല്ലോ. സോ എൻട്രി ഈസ് ഇവിടെ നമ്മൾ എഴുതുക ടു ക്യാഷ് എന്ന് എഴുതുക. വാട്ട് ഈസ് ദിസ്? എക്സ്പെൻസ് ഓഫ് കൺസൈനർ. എന്നിട്ട് നമ്മൾ ഓരോ എക്സ്പെൻസിന്റെ പേര്, പാക്കേജ് ഇത്ര, ഫ്രൈറ്റ് ഇത്ര, ഇൻഷുറൻസ് ഇത്ര, ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. അവിടെ സ്പേസിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇൻഷുറൻസ്. സോ ഹോപ്പ് ഇൻഷുറൻസ്, ഫ്രൈറ്റ്, പാക്കേജ്. എന്നിട്ട് നമ്മൾ എമൗണ്ട് എഴുതും. ഇതെന്തിന്റെ സംഭവമാണോ? എക്സ്പെൻസ് ഓഫ് ദി കൺസൈനർ. ക്ലിയർ? അങ്ങനെ നമ്മൾ ഇതെഴുതി, ഇതെഴുതി. ഇനി ഏതാ ബാക്കി? സെയിൽ, റൈറ്റ്? സെയിൽ. സെയിലിന്റെ എൻട്രി, സെയിലിന്റെ എൻട്രി നോക്കിക്കോ. ഇറ്റ് ഇസ് സെയിൽ, റൈറ്റ്? സോ സെയിൽ നമ്മൾ എവിടെയാണ് എഴുതുക? ഇവിടെ അല്ലെ. ഇഫ് ഇറ്റ് ഇസ് ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് ആണെങ്കിൽ സെയിൽ ഇവിടെ എഴുതും. ബട്ട് സെയിൽ എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ ഇവിടെ എഴുതുക, ബിക്കോസ് ഇറ്റ് ഈസ് കൺസൈനറിന്റെ ബുക്കാണ്. കൺസൈനറിന്റെ ബുക്കിൽ നമ്മൾ ഇവിടെ ബൈ കൺസൈനി. See, it is by consignee. Don't use the word sale. Okay, so consignee എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുക? Sale. I think it's better. It is, I will write like this: expense of consigner. It is sale. Okay. Now this is over. Now this one, expense of the consignee. Expense ആണ്, expense ഇവിടെ വരണം. But നമ്മൾ ഇവിടെ എക്സ്പെൻസിന് ക്യാഷ് എന്ന് എഴുതിയത്, ബട്ട് ഇവിടെ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു കൺസൈനി. സോ യു ഹാവ് ടു റൈറ്റ് കൺസൈനി ടു കൺസൈനി. എന്നിട്ട് നമ്മൾ എന്തൊക്കെയാണോ കൊടുത്തത്, റെന്റ്, മേ ബി വെയർ ഹൗസിന്റെ റെന്റ്, അഡ്വർടൈസ്മെന്റ്, അൺലോഡിംഗ് ചാർജസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, യു ഹാവ് ടു, ദിസ് ഈസ് ദി എക്സ്പെൻസ് ഓഫ് കൺസൈനി. ഓക്കെ, now this is over, this one is over. Now it is commission. Commission also is an expense for Mr. A. That is consigner ku വേറൊരാൾക്ക് കമ്മീഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കമ്മീഷൻ ഇസ് എൻ എക്സ്പെൻസ്, റൈറ്റ്? സോ അതും ഇവിടെ എഴുതും. ഇവിടെയും നമ്മൾ കമ്മീഷൻ എന്നല്ല എഴുതുക, ഇറ്റ് ഇസ് റിലേറ്റഡ് ടു കൺസൈനി. സോ യു ഹാവ് ടു റൈറ്റ് ടു കൺസൈനി
കമ്മീഷൻ. ഇവിടെ ഞാൻ എഴുതുന്ന കമ്മീഷൻ. ക്ലിയർ? അപ്പൊ ഞാൻ ഇതും എഴുതി. നൗ ഇനി ഏതാണോ ബാക്കി? ദിസ് വൺ, റൈറ്റ്? ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെയാണ് വരിക? ബൈ ക്ലോസിംഗ് സ്റ്റോക്ക്. അതും കഴിഞ്ഞു. ഇനി വൺ മോർ ഐറ്റം ഇസ് ദർ. ഓക്കെ, അത് മറ്റൊരു അക്കൗണ്ടിൽ പറയാം. സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ദിസ് ഈസ് ഗുഡ്സ് സെന്റ് ഓൺ കൺസൈൻമെന്റ്. ദിസ് ഈസ് എക്സ്പെൻസ് ഓഫ് ദി കൺസൈനർ, expense of the consignee, commission to the consignee, sale, and this is closing stock. Clear? Now I am going to post consignee account. Consignee account il edu varum? Idinte counter effect. By consignee nu parayumbol idu ed account? A consignment account. So this is to consignment account. Edado adu? Sale. So idinte counter kazhinju. Ani idu, sorry, this one, consignment account debtor to consignee. So consignee account il endu varum? By consignment. By consignment. ennu paranju ketta, consignment. What is this? Expense of consignee. Okay, now here commission the entry, consignment to consignee. So in consignee account നമ്മൾ എന്ത് വരും? By consignment commission. Clear? Okay. Now ഒരു കാര്യം കൂടിയിട്ട്, നമ്മൾ നേരത്തെ ഒരു അഡ്വാൻസിനെ പറ്റി പറഞ്ഞില്ലടോ. കൺസൈനർക്ക് വിറ്റ് കിട്ടുന്നതിന് മുമ്പേ അഡ്വാൻസ് കൊടുക്കുന്നത്, അതിന്റെ എൻട്രി ഇവിടെ വരും. ബൈ ക്യാഷ്. ക്യാഷ് ആണെങ്കിൽ ക്യാഷ്, ബാങ്ക് ആണെങ്കിൽ ബാങ്ക്. ഇനി ബിൽ റിസീവബിൾ ആ കൊടുത്തെങ്കിൽ അങ്ങനെ വാട്ട് എവർ എന്താണോ അഡ്വാൻസ് ആയി കൊടുത്തത് അതിന്റെ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി അക്കൗണ്ട് ആണ്. അതിന്റെ എഫക്റ്റ് എവിടെ വരൂലടോ? കൺസൈൻമെന്റ് അക്കൗണ്ടിൽ വരൂല. ക്ലിയർ? ദിസ് ഇസ് അഡ്വാൻസ് ഗിവൺ ടു കൺസൈനർ. കൺസൈനർക്ക് കൊടുത്ത അഡ്വാൻസ്. ക്ലിയർ? ഓക്കെ. ഇനി ഇത് ഒരേ ഒരു എൻട്രി, ഇതിന്റെ കൗണ്ടർ. സി ഇസ് ദിസ് ബൈ കൺസൈൻമെന്റ്. ബൈ കൺസൈൻമെന്റ്. ഇതിന്റെ ബാലൻസ് നമ്മൾ എവിടെയാണോ? ഗുഡ്സ് സെന്റിന്റെ ബാലൻസ് എവിടെയാണോ? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ബാലൻസിങ് ഫിഗർ ട്രാൻസ്ഫർ ചെയ്യണം. Now you have to balance this account. ഇവിടെയാ കിട്ടിയതെങ്കിൽ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ഇവിടെയാ കിട്ടിയതെങ്കിൽ നെറ്റ് പ്രോഫിറ്റ്, അപ്പുറത്താണെങ്കിൽ നെറ്റ് ലോസ്. ഓക്കെ, ഇതാണ് ബേസ്. ഇതും ചെയ്യാം. ഇതിന്റെ ബാലൻസ് നമ്മൾ ടു ബാലൻസ് ബി ബാർ ഡി ബി ബാർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതണം. ഓക്കെ ഓക്കെ, ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് അതവിടെ കിടക്കും. ഇതിൻ്റെത് ട്രേഡിംഗ് അക്കൗണ്ടിൽ. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ മക്കളെ. ഇത് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യമാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്. ബേസിക് ആയിട്ടുള്ള. ഓക്കെ, ഇതിൽ അഡ്വാൻസ് എന്ന് പറയുന്ന സാധനം കൺസൈൻമെന്റ് അക്കൗണ്ടിൽ എഫക്റ്റ് വരാൻ പാടില്ല. നമ്മൾ ഇതിൽ ഇത്തിരിയും കൂടി ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ജസ്റ്റ് ECV നമ്മളിവിടെ എഴുതി ക്ലോസിംഗ് സ്റ്റോക്ക്. ബട്ട് ക്ലോസിംഗ് സ്റ്റോക്കിൽ നമ്മൾ കുറച്ച് പ്രോസസ്സ് ചെയ്യണം. അതിനെയാണ് വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുക. ഇത് നമ്മൾ ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഇവിടെ വാല്യൂ എഴുതണമെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോസസ്സിലൂടെ കടക്കണം. സോ ഇറ്റ് ഈസ് വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് പഠിപ്പിക്കുക. ഇനി നെക്സ്റ്റ് ഇസ് ഹിയർ കമ്മീഷൻ. കമ്മീഷൻ 3 ടൈപ്സ് ആർ ദർ. വൺ ഇസ് നോർമൽ അല്ലെങ്കിൽ ഓർഡിനറി കമ്മീഷൻ. ഓർഡിനറി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സെയിലിന്റെ 10% കമ്മീഷൻ, സെയിലിന്റെ 15% എന്നൊക്കെ പറയുമ്പോൾ നോർമൽ കമ്മീഷൻ. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഡെൽ credit commission, and the third one is overriding commission. Okay, 3 types are there: normal commission, del credit commission and overriding commission. So ഇത് മൂന്നും calculation നമ്മൾ ഇനി എക്സ്ട്രാ വരുന്ന ക്ലാസ്സുകളിൽ
പഠിക്കും. ദിസ് ഈസ് ദ ജനറൽ ഫോമാറ്റ് ഓഫ് ദിസ് കൺസൈനർ ബുക്കിൽ വരുന്ന 3 അക്കൗണ്ടിന്റെ ജനറൽ ഫോമാറ്റ് ആണ് നമ്മളിപ്പോൾ എഴുതിയത്. ഇനി എൻട്രി ഫോം ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ഗുഡ്സ് സെന്റ് ഓൺ കൺസൈൻമെന്റ് എൻട്രി എന്താണോ? കൺസൈൻമെന്റ് അക്കൗണ്ട് ലെറ്റർ ടു ഗുഡ്സ് സെന്റ് ഓൺ കൺസൈൻമെന്റ്. എക്സ്പെൻസ് ഓഫ് ദി കൺസൈനറിന്റെ എൻട്രി എന്താ? കൺസൈൻമെന്റ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. എക്സ്പെൻസ് ഓഫ് ദി കൺസൈനിന്റെ എൻട്രി കൺസൈൻമെന്റ് അക്കൗണ്ട് ലെറ്റർ ടു കൺസൈനി. കമ്മീഷൻ given to consignee, consignment account letter to consignee. Salient entry, consignee account letter to consignment account. Closing stock account letter to consignment account. So adeypole ipparthum. So it is clear for you. Now we are going to do a very simple problem based on these things. Okay, ഇത്രയും പറഞ്ഞ കാര്യം വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു പ്രോബ്ലം ചെയ്യും. അതിനുശേഷം നമുക്ക് എന്തൊക്കെ പഠിക്കണം? വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്, നോർമൽ, ഡെൽ ക്രെഡിൽ ആൻഡ് ഓവർ റൈഡിങ് കമ്മീഷനെ പറ്റിയിട്ടും നമ്മൾ പഠിക്കാം. അപ്പം ഇപ്പം നമുക്ക് ഒരു ചെറിയൊരു പ്രോബ്ലം ചെയ്യാം. Okay, you can see a question is there on the board. On 1st January 2013 എന്നുള്ളത് നിങ്ങൾ 19 അങ്ങാണ്ട് ആക്കുക കേട്ടോ, because it's very old textbook. Ajay of Kollam consigned to Suresh of Trivandrum 1000 units of toys at cost of rupees 200. Okay, ആദ്യം നമുക്ക് who is consigner and who is consignee എന്ന് നോക്കാം. Ajay of Kollam consigned to Suresh. So Ajay is the consigner and Suresh is the consignee. Clear? Okay. Ajay 100 unit of toy 200 ആണ്. 100 unit of toys 200 each. Ajay pay ചെയ്തിട്ടുണ്ട് പാക്കിംഗ്, ഫ്രൈറ്റ് ആൻഡ് 600 ഇൻഷുറൻസ്. സുരേഷിന് ചെലവായത്, അതായത് കൺസൈനിക്ക് ചെലവായത് ഗോ ഡൗൺ ദ റൺ 100, 300 അതർ എക്സ്പെൻസ്, സൺട്രി എക്സ്പെൻസ് ആയിട്ടൊരു 300. ഇയാൾക്ക് 5% കമ്മീഷൻ ഓൺ സെയിലിൻ്റെ 5%, ദാറ്റ് ഇസ് നോർമൽ അല്ലെങ്കിൽ ഓർഡിനറി കമ്മീഷൻ. ഹി സെൽ ഓൾ ദ ഗുഡ്സ് അറ്റ് 250 പെർ യൂണിറ്റ്. ഇയാൾ 250 ഇതൊക്കെ വിറ്റു. പ്രിപ്പയർ ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ്. ജേർണൽ എന്നാ പറയുന്നത്, നമുക്ക് ആദ്യം ലെഡ്ജർ വരഞ്ഞിട്ട് ജേർണൽ എഴുതാം. ഓക്കെ, ഫസ്റ്റ് തിങ് 3 അക്കൗണ്ട് വരയണം. നിങ്ങളും തൽക്കാലം ക്വസ്റ്റ്യൻ എഴുതി പോസ് പ്രസ് ചെയ്യുക, ക്വസ്റ്റ്യൻ എഴുതണം ബുക്കിൽ. ഞാൻ ഇതിനെ ഇനി റിപ്പീറ്റ് ചെയ്യില്ല, ഞാൻ എല്ലാത്തിലും പറയുന്ന സെയിം തിങ്സ് ആണ്. സോ ഹിയർ ഐ ആം റൈറ്റിംഗ് കൺസൈൻമെന്റ് അക്കൗണ്ട്. കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് കൺസൈൻമെന്റ് അക്കൗണ്ട്. ഓക്കെ, കൺസൈൻമെന്റിൽ ഉണ്ടായിരിക്കുന്ന പ്രോഫിറ്റ്. ഇനി കൺസൈനി അക്കൗണ്ട് വരയുന്നത് എന്തിനാണോ? കൺസൈനിക്ക്. ഇനി നമ്മൾ കൺസൈനിന്റെ അടുക്കൽ നിന്ന് ഇങ്ങോട്ട് എത്ര കിട്ടാനുണ്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കൺസൈനി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. നൗ ദ ലാസ്റ്റ് വൺ, ഗുഡ്സ് സെന്റ് ഓൺ കൺസൈൻമെന്റ്. ഓക്കെ, okay, now we have to record one by one. First one is goods sent to. അല്ലേ, എത്ര പൈസേൻ്റെ ഗുഡ്സ് സെൻഡ് ചെയ്ത് ഇവിടെ എഴുതും നമ്മൾ. ഞാനിവിടെ GSC എന്നൊക്കെ എഴുതും. നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെ എഴുതാൻ പാടില്ല. നിങ്ങൾ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് എന്ന് എഴുതും. എത്ര പൈസേൻ്റെ ആടോ? സെൻഡ് 100 units of 200. അല്ല, 100 unit at the rate of 200. So we will write here 100 into 200, 20,000. ഇതിന്റെ കൗണ്ടർ എൻട്രി വിൽ ബി ഹിയർ ബൈ കൺസൈൻമെന്റ്. നിങ്ങൾ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് എഴുതുക കേട്ടോ, കൺസൈൻമെന്റ്. ഓക്കെ, നൗ സെക്കൻഡ് തിങ്, അജയ് പെയ്ഡ്. അജയ് മീൻസ് കൺസൈനർ പേ ചെയ്ത എക്സ്പെൻസസ്. സോ ഇവിടെ വരണം ടു ക്യാഷ്. എന്തൊക്കെ എക്സ്പെൻസിന് പേരുണ്ടോ? പാക്കിംഗ്, ഫ്രൈറ്റ് ആൻഡ് ഇൻഷുറൻസ്. സോ യു ഹാവ് ടു റൈറ്റ് പാക്കിംഗ്, ഫ്രൈറ്റ്, insurance. Packing is 500, 400, 600. 500, 400, 600. So it is 1500. Clear? Okay. Anyhow, സുരേഷിന് എക്സ്പെൻസ്. സുരേഷിന്റെ എക്സ്പെൻസ് ഈ ഭാഗത്ത് തന്നെ എഴുതും. നമ്മൾ എന്ത് പറഞ്ഞിട്ട് എഴുതൂടോ? കൺസൈനി. കൺസൈനിക്ക് ഒരു പേരുണ്ട്. സോ വി ഹാവ് ടു റൈറ്റ് ഹിസ് നെയിം, ദാറ്റ് ഇസ് സുരേഷ്. ഓക്കെ, ഞാൻ മനസ്സിലാവാൻ വേണ്ടി കൺസൈനി എന്ന് എഴുതുക. ഞാൻ മായച്ചിട്ട്
കൺസൈനിന്റെ പേര് ഇവിടെ എഴുതുകയാണ് സുരേഷ്. സുരേഷിന് എന്തൊക്കെയാണോ ചെലവ്? ഗോ ഡൗൺ രണ്ടും അതർ എക്സ്പെൻസസ്. rent 100 rupee and other expense 300. So it is 400. Okay. അതും കഴിഞ്ഞു. എനിക്ക് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? 5% കമ്മീഷൻ ഓൺ സെയിൽ. സെയിലിൻ്റെ 5% ആണ് കമ്മീഷൻ. ഓക്കെ, അപ്പോൾ സെയിൽ എത്രയാണെന്ന് അറിയണം. തൊട്ടടുത്ത സെൻറ്റൻസിൽ സെയിൽ പറയുന്നുണ്ടല്ലോ. ഹി സെൽ ഓൾ ദി ഗുഡ്സ് അറ്റ് 250 per unit. 100 യൂണിറ്റ് ആണ് നമ്മളെ കയ്യിലുള്ളത്. എത്ര പൈസക്കാ സെയിൽ നടത്തിയ? സെയിലിൻ്റെ എൻട്രി ഇവിടെ വരും. അവിടെ സെയിൽ എന്നല്ല നമ്മൾ എഴുതുക, കൺസൈനി എന്ന് എഴുതും. ഇവിടെ കൺസൈനിക്ക് ഒരു പേരുള്ളത് കൊണ്ട് സുരേഷ് എന്ന് എഴുതണം. 100 യൂണിറ്റ് 250 വെച്ച് വെച്ചു. സോ 225,000. ഇനി കമ്മീഷൻ്റെ എൻട്രി. കമ്മീഷൻ്റെ എൻട്രിക്കും എഗെയിൻ ഇവിടെ കൺസൈനി എന്ന് എഴുതണം. സോ സുരേഷ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. എത്രയാണോ കമ്മീഷൻ? 10%. 5% ഓൺ സെയിൽ. അപ്പോൾ 25,000ൻ്റെ സെയിലിൻ്റെ 25,000ൻ്റെ 5%. 25ൻ്റെ 5% എന്ന് പറഞ്ഞാൽ 1250. 25,000ൻ്റെ 5%. അതും കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഉണ്ടോ? ക്വസ്റ്റ്യൻ ഈസ് ഓവർ. ഇനി നമ്മൾ ഇതിലുള്ളത് ഇവിടെ എഴുതണം. ഹിയർ ഇറ്റ് ഇസ് ബൈ സുരേഷ്. ഇവിടെ കൺസൈനി അക്കൗണ്ടിന് പകരം നമ്മൾ സുരേഷ് എന്ന് എഴുതണം. സുരേഷിൻ്റെ അക്കൗണ്ടിൽ ടു കൺസൈൻമെന്റ്. സെയിലിൻ്റെ എൻട്രി 25,000. എക്സ്പെൻസ് സ്പെൻഡ് ചെയ്ത എൻട്രി ബൈ കൺസൈൻമെന്റ് 400. Here commission entry again by consignment 1250. Okay, now you have to balance the things. തീർന്നല്ലേ? ഇനി അഡ്വാൻസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. Okay, now first you are going to do this one. Closing stock ഒന്നും നമ്മളോട് പറഞ്ഞില്ലല്ലോ? ഇല്ല. Okay, it is to പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇവിടെ വരും ബാലൻസ് 25,000. ഇത് ചെയ്ത 1850 കിട്ടും. ആൻഡ് ബൈ ബാലൻസിങ് ദിസ് we will get by cash. Okay, by balancing figure എത്രയാ? 23,350. നിങ്ങൾ ചെയ്ത് നോക്കണം. 23,350. ആൻഡ് ദാറ്റ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. സോ 20,000 തന്നെ ഉണ്ടാവും. 20,000. ഓക്കെ, നൗ ഇവിടെ നോക്കിക്കോളെ. ഇവിടെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. സി ഹിയർ ഇവിടെ ബാലൻസിങ് ഈ അക്കൗണ്ട് കൺസൈൻമെന്റ് അക്കൗണ്ട് ചെയ്താൽ നമുക്ക് എന്ത് മനസ്സിലാവും? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാവും. ഓക്കെ, കൺസൈൻമെന്റ് അക്കൗണ്ട് പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാൻ. ഇനി കൺസൈനിന്റെ അക്കൗണ്ട്, ഇനി കൺസൈനി നമുക്ക് എത്ര പൈസ തരാനുണ്ട്, എത്ര പൈസ ഇനി തരും. സോ ഹിയർ 25,000ന്റെ സെയിൽ ഇയാൾ നടത്തി. ഓക്കെ, ഇയാൾക്ക് 400 രൂപേന്റെ ചെലവായിട്ടുണ്ട്. സോ 25,000 400 പോണം. കമ്മീഷൻ അയാൾക്ക് കൊടുക്കാനുണ്ട് 1270 രൂപ. അയാളെ കമ്മീഷനും കഴിച്ച് 25,000 ബാക്കി 23,350 രൂപ ആർക്ക് കിട്ടണടോ? അജയ്. അജയിന്റെ ബുക്കല്ലേ ഇത്? ഇൻ ദ ബുക്ക് ഓഫ് അജയ് എന്ന് എഴുതണേ. അജയിന്റെ ബുക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. കൺസൈനർ ഈസ് അജയ്. സോ അജയ്ക്ക് സുരേഷിന്റെ അടുക്കൽ നിന്ന് എത്ര പൈസ കിട്ടണം? 23,350. ഇതാണ്. So main purpose of this consignment account is consignment account വരെ profit and loss account, profit or loss of the consignment profit ആണോ loss ആണോ എന്ന് അറിയാൻ. and സുരേഷ് കൺസൈനിന്റെ അക്കൗണ്ട് പറയുന്നത് ഇനി കൺസൈനർക്ക് കൺസൈനി എത്ര പൈസ തരാനുണ്ട് എന്ന് മനസ്സിലാക്കാൻ. Now you have to write the journal entry by yourself. ജേണൽ എൻട്രി ഇങ്ങനെ കൗണ്ടർ ചെയ്ത് എഴുതാൻ അറിയാലോ. സോ ആ ജേണൽ എൻട്രി നിങ്ങൾ എഴുതുക. എനിക്ക് സെൻഡ് ചെയ്ത് തരുമൊന്നും വേണ്ട, എഴുതി വെച്ചാൽ മതി. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. പിന്നെ കുറേ
നമ്മൾ കുറച്ച് പരിചയമാകുന്നവരെ ഇത് സെയിലിൻ്റെ എൻട്രി ആണ്, ഇത് എക്സ്പെൻസിൻ്റെ എൻട്രി ആണെന്നൊക്കെ നമ്മൾ ബ്രാക്കറ്റിൽ എഴുതി വരിക. സോ ഇറ്റ് വിൽ ബി തറോ ഫോർ യു. ഹോപ്പ് ഇത്ര നേരം പറഞ്ഞതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ തിയറി പാർട്ട് അടുത്തതിൻ്റെ സ്റ്റാർട്ടിങ് പോലെ ബാക്കിയുള്ള തിയറി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി ക്ലാസ് നാളെ. ഓക്കെ.